ബിഗ് ബോസിലേക്കുള്ള വാതിൽ തുറക്കാൻ ധൈര്യമുള്ള ആരൊക്കെയുണ്ട്? 40 സാധാരണക്കാർ 21 ദിവസം. ബിഗ് ബോസിലെത്തുന്ന സാധാരണക്കാരെ കാത്തിരിക്കുന്ന ആദ്യ കടമ്പയാണ്. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ഒരു ഒന്നൊന്നര പ്രമോ വന്നിട്ടുണ്ട്. അതായത് അഗ്നി പരീക്ഷയുടെ ഒരു ഒന്നൊന്നര പ്രമോ വന്നിട്ടുണ്ട്. 3 ജഡ്ജസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമോയാണ്. അഖിൽ മാരാറ്, നമ്മുടെ റിയാസ് സലീം, പിന്നെ രഞ്ജിനി ഹരിദാസ്, ഈ 3 പേരാണ് ജഡ്ജസ്. അവരെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കിടിലം പ്രമോ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ വരുന്ന മാസം 15-ാം തീയതി തൊട്ട് ഇതിന്റെ സംപ്രേഷണം തുടങ്ങും എന്നുള്ളതാണ് കാണിച്ചത്. അതിന്റെ ഓൾറെഡി അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഈ വരുന്ന 15-ാം തീയതി തൊട്ട് തുടങ്ങുന്നു. പക്ഷെ ഒന്നൊന്നര പ്രമോയാണ് കേട്ടോ. നമുക്ക് ആ പ്രമോ ഒന്ന് നോക്കാം. അതുമല്ല ഇനി അങ്ങോട്ട് ബിഗ് ബോസിന്റെ വീഡിയോസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരാൻ. കാരണം ഇനി അങ്ങോട്ട് ബിഗ് ബോസിന്റെ കാലമായി എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആ പ്രമോ കാണാം എന്താണെന്നുള്ളത്. മാറാൻ അടിച്ച അടിയട്ട് അഖിൽ. ഇത് ഈ പ്രമോക്കകത്ത് അഖിൽമാരന്റെ അഭിനയം കണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചു. അഖിൽമാരൻ മാസം കയ്യിൽ. പക്ഷെ എനിക്ക് അഖിൽമാരന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അഭിനയം കിട്ടി ചിരിയാണ് വന്നത് എന്നുള്ളതാണ്. ഓക്കെ, രഞ്ജിനി ഹരിദാസും റിയാസ് സലീമാണ്. രണ്ടും പുലികളാണ്, പറയാതിരിക്കാൻ വയ്യ. രണ്ടുമെന്നല്ല, അഖിൽമാരാർ ആയിക്കോട്ടെ, അഖിൽമാരാർ വിന്നറും കൂടിയാണ്. ഇവർ രണ്ടുപേരും വിന്നറൊന്നും ആയിട്ടില്ലെങ്കിലും പുലികളായിരുന്നു എന്നുള്ളതിന് ഒരു തർക്കവുമില്ല എന്നുള്ളത്. പക്ഷേ ഇതുപോലെ നമ്മുടെ ഫിലിമിന്റെയൊക്കെ നമ്മുടെ പ്രമോ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒൺട്രിയിൽ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ട്രീസർ ഇറങ്ങുമ്പോൾ കിടിലമായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ബിഗ് ബോസിലേക്കുള്ള വാതിൽ തുറക്കാൻ ധൈര്യമുള്ള ആരൊക്കെയുണ്ട്? 40 സാധാരണക്കാർ 21 ദിവസം. ബിഗ് ബോസിലെത്തുന്ന സാധാരണക്കാരെ കാത്തിരിക്കുന്ന ആദ്യ കടമ്പയാണ് അഗ്നി പരീക്ഷ എന്ന ഷോ. അഖിൽമാരാ പറഞ്ഞ ആ ഡയലോഗ് ഉണ്ട്, ഈ പൂട്ട് തുറക്കാൻ ആർക്ക് ധൈര്യമുണ്ട് എന്നുള്ളതാണ്. 40 പേരാണ്, 30 പേരെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ 40 പേരാണ് എന്നുള്ളതാണ്. അഖിൽമാരാറാണ് ഇതിൽ ലീഡ് ചെയ്യുന്നത്. അഖിൽമാരാറാണ് ഇതിന്റെ മെയിൻ ജഡ്ജ് എന്നതിൽ മനസ്സിലാകുന്നുണ്ട്. കാരണം പുള്ളി കപ്പടിച്ച വ്യക്തിയാണ്. ഓക്കെ, അപ്പം റിയാസ് സലീം അഖിൽമാരാറിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്തേട്ടാ ചേട്ടാ ഇട്ടുകൊണ്ട് എന്നുള്ളതാണ്. അയ്യോ, അഖിൽമാരാർ അവനെ നോക്കാം. റിയാസ് സലീം അഖിൽമാരാർ നോക്കിയിട്ട് ഇട്ടോട് കുറച്ച് ആണി വരച്ച് ഇങ്ങനെ ആണി ഇങ്ങനെ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് കാലത്തിൽ കുത്തു കയറില്ല. അല്ല മറ്റേ മുള്ളാണിയെ മറ്റേ അള്ളുണ്ടല്ലോ, അള്ളൊക്കെ ആണെങ്കിൽ നടന്നു പോകുമ്പോ പിന്നീട് ഈ പറഞ്ഞതുപോലെ കാലി പൊത്തു കയറും എന്നൊക്കെ പറയാം. അപ്പൊ അതെനിക്കൊരു കോമഡി ആയിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ യുദ്ധം ജയിക്കുന്ന ഒന്നോ അതിലധികമോ സാധാരണക്കാരായിരിക്കും ഇത്തവണ ബിഗ് ബോസിലേക്ക് എത്തുക. അഖിൽമാരാറിന്റെ ആ ഒരു അഭിനയം കണ്ട് സംവിധായകനാണെന്നൊക്കെ പറയുന്നു. പക്ഷെ എന്താ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ എന്നുള്ളതാണ്. ഒന്നോ അതിലധികമോ എന്നാണ് പറയുന്നത്. ഒന്നല്ലെങ്കിൽ അതിൽ കൂടുതലോ ആൾക്കാരെ എടുക്കുള്ളൂ എന്നാണ് ഇവര് പറയുന്നത്. നമ്മൾ അറിഞ്ഞത് ഒരു 5 പേരെങ്കിലും കാണുമെന്നുള്ളതാണ്. ഓക്കെ, ബാക്കി അതായത് ആണിയുടെ പുറത്തേക്ക് ഇവർ തീ വാരി എറിഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, തീക്കളിയാണ്, അത്ര എളുപ്പമല്ല. ബിഗ് ബോസ് പോലെ തന്നെ ടഫാണ് അഗ്നി പരീക്ഷ. ഞങ്ങൾ പറഞ്ഞ ഡയലോഗ് തീക്കളിയാണ്, അത്ര എളുപ്പമല്ല, ബിഗ് ബോസിനേക്കാൾ ടഫാണ്. അത് വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ ആദ്യം കണ്ടേക്ക് കുറച്ച് എന്താ നമുക്ക് കുറച്ച് കൂടിപ്പോയ അഭിനയം കൂടിപ്പോയി എന്ന് നമുക്ക് തോന്നും. ആക്കി നിങ്ങളും കൂടി ഇതിൽ നിന്നും തെരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ച മത്സരാർത്ഥികളെ ആയിരിക്കും. ഞങ്ങളും നിങ്ങളും കൂടി എന്നാ പറയുന്നത്. അതായത് ജഡ്ജസും തീരുമാനിക്കും, പ്രേക്ഷകർക്ക് വോട്ടിടാനുള്ള അവസരം കിട്ടുമെന്നാണ് ഇതിന്റെ സൂചന. നമ്മുടെ തെലുങ്കിലൊക്കെ അങ്ങനെയായിരുന്നു, പ്രേക്ഷകർക്ക് കൂടി വോട്ടിടാനുള്ള അവസരം കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഷോ കാണാതെ ബിഗ് ബോസ് കാണുന്നവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാം, ഇൻട്രോ കാണാതെ ക്ലൈമാക്സ് കണ്ടിട്ട് കാര്യമുണ്ടോ? ടഫായിരിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ ടഫാക്കും. ഇത്തവണ തീപ്പൊരി പാറും, ഇല്ലെങ്കിൽ ഞങ്ങൾ പാറിക്കും. ഓക്കെ, ഇതവര് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കേസാണ്. നമ്മള് ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഷോ കാണാമെന്ന് കരുതിയിരിക്കുന്നത് തെറ്റായിരിക്കും. ഇതാണ് അതിന്റെ തുടക്കം. ഈ തുടക്കത്തിലുള്ള ഇത് കാണാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് രസിക്കില്ല. അതായത് ബിഗ് ബോസ് നിങ്ങൾ ഒറിജിനൽ എപ്പിസോഡ് തുടങ്ങുന്ന ഈ ഷോ മസ്റ്റായിട്ട് കണ്ടിരിക്കണം എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് നിന്ന് വരുന്നവർ ഓൾറെഡി കുറച്ചൊരു ഫാൻ ബേസുമായിട്ടാണ് വരുന്നത്. അവർക്ക് ജയിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അവർക്കൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം ഇതുപോലെ ഒരു ഷോ നടത്തി 21 അവർക്ക് ഈ പറയുന്ന
100 ദിവസമേ കിട്ടുന്നുള്ളൂ എങ്കിൽ ഇവർക്ക് അതിനെക്കാട്ടി ഒരു മാസം കൂടുതൽ കിട്ടുന്നുള്ളൂ എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? ഓൾറെഡി ഇതിൽ നിന്ന് ജയിച്ചതിലോട്ട് കയറുമ്പോൾ ഓൾറെഡി ഒരു ഫാൻ ബേസുമായിട്ടാണ് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്റെ തുടക്കം കണ്ടില്ലെങ്കിൽ പിന്നെ ഒരു രസം വരത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ബിഗ് ബോസ് കാണുന്നവരെല്ലാവരും എനിക്ക് തോന്നുന്നു മുഖ്യമായും ഇതിന്റെ തുടക്കം കാണുമെന്നുള്ളതാണ്. ഓക്കെ, കാലുപൊള്ളാതെ തീയിലൂടെ നടക്കാൻ കഴിയുമോ? ഒറ്റയ്ക്ക് നിന്ന് തളരാതെ പൊരുതാൻ കഴിയുമോ? എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു അഗ്നി പരീക്ഷയാണ്. അതെ, സാധാരണക്കാരിൽ നിന്ന് അടുത്ത ബിഗ് ബോസ് താരത്തെ തേടി ഒരു അഗ്നി പരീക്ഷ. അപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അന്ന് തൊട്ട് നമുക്കിത് കാണിക്കും. ലൈവായിട്ട് കാണിക്കുന്നൊക്കെ വരുന്നു, എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു എപ്പിസോഡായിട്ട് കാണിക്കാനാണ് ചാൻസ്. ലൈവായിട്ട് ഇതെന്ത് കാണിക്കുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. മേ ബി കാണിക്കുമായിരിക്കാം. അപ്പോൾ 15-ാം തീയതി മുതലാണ് തുടങ്ങുന്നത്. ഓൾറെഡി ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ റെക്കോർഡ് ചെയ്ത ടെലികാസ്റ്റ് ആയിരിക്കും 15-ാം തീയതി മുതൽ കാണുന്നത്. അതുപോലെ ഇത് 21 എപ്പിസോഡ് ആകുമ്പോൾ ഏതാണ്ട് എനിക്കൊന്ന് അടുത്ത മാസം 6-ാം തീയതി, സെപ്റ്റംബർ 6-ാം തീയതിയാണ് ഇതിന്റെ ഗ്രാൻഡ് ലോഞ്ച് വരുന്നത്. അപ്പോൾ അതിന്റെ തലേ ദിവസം ഈ 2 ദിവസം മുമ്പ് ഇത് അവസാനിക്കുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? അതായത് ഇതിന് ജയിച്ചവരെ പിന്നെ വീട്ടിലോട്ട് വിട്ട് പിന്നെ അവർക്കാണല്ലോ ഷൂട്ടും കാര്യങ്ങളൊക്കെ. അതായത് ഇത് ബ്രേക്ക് കാണത്തില്ല. ഈ ഒരു ഒഴുക്ക്, അതായത് ഈ യഥാർത്ഥം പറഞ്ഞ ബിഗ് ബോസ് തുടങ്ങി എന്നുള്ളതാണ്. ബിഗ് ബോസ് തുടങ്ങി 15-ാം തീയതി യഥാർത്ഥം പറഞ്ഞ ബിഗ് ബോസ് തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 8 15-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് പോയി ഇപ്പം തീർന്ന് തൊട്ടടുത്ത ദിവസവും അതിന്റെ അടുത്ത ദിവസവും മെയിൻ എപ്പിസോഡ് അല്ലെങ്കിൽ മെയിൻ ബിഗ് ബോസ് തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ആരും ഇത് കാണാതെ അത് പോയി കണ്ടു കഴിഞ്ഞാൽ ആരെന്നൊരു പിടുത്തം കിട്ടത്തില്ല, ആ ഒരു രസം കിട്ടത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരുപാട് കണ്ടസ്റ്റൻസിനെ എടുത്തു എന്ന് പറഞ്ഞാൽ അവസാന ഘട്ടങ്ങളിലൊക്കെ ആയപ്പോൾ ഒരുപാട് കാലിബർ ആയിട്ടുള്ള കുറെ അവരെ എടുക്കാതെ വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അവസാന സമയത്തൊക്കെ ഇവരെന്ത് ചെയ്തു, എല്ലാം കൂടി ഓട്ടിച്ചിട്ടുള്ള പിന്നെ 10, 60, 100 പേരെയൊക്കെ ഒത്തുവെച്ച് ഇന്റർവ്യൂ ഒക്കെ നടത്തി. അങ്ങനെ അവർ കുറെ ഉടായ്പകൾ ആദ്യമൊക്കെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തവർക്ക് അവരുടെ കാലിബർ തെളിയിക്കാനുള്ള അവസരങ്ങൾ കിട്ടി. അതുകൊണ്ട് അവരിൽ കുറച്ച് കാലിബർ ഉള്ളവരെയൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കഴിവുള്ളവരൊക്കെ എടുക്കാൻ വേണ്ടി സാധിച്ചു. അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവസാന ദിവസങ്ങളിലേക്ക് വന്നവർക്ക് എന്തെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഈ പറയുന്ന പേഴ്സണൽ ഇന്റർവ്യൂ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതൊരു അവിയൽ കൂട്ടമായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുമല്ല, ഇപ്പൊ ജഡ്ജസ് ആയിട്ട് നമ്മളിവിടെ കാണുന്നത് അഖിൽ മാരാർ, ഈ പറയുന്ന റിയാസ് സലീം, രഞ്ജിനി ഹരിദാസ്. എനിക്ക് തോന്നുന്നു ആങ്കറായിട്ട് നമ്മുടെ റനീഷയാണെന്ന് പറയുന്നു, അറിയത്തില്ല. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ റിയാസ് സലീമിന് പകരം സാബുമോനാണ് വരാൻ വേണ്ടിയിട്ട് ഇരുന്നത്. പക്ഷെ എന്തോ സംതിങ് ചിക്കിലിയുടെ മാറ്ററിൽ എന്തോ സാബുമോൻ മാറി എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെയാണ്. റിയാസ് സലീം അതിന് ശേഷമാണ് സാബുമോൻ മാറിയതിന് ശേഷമാണ് റിയാസ് സലീം ആ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. റിയാസ് സലീം നമുക്കറിയാം നല്ല കിടിലമാണ്. അതുമല്ല, ഇവര് തമ്മിൽ ജഡ്ജസ് തമ്മിൽ തന്നെ അവിടെ ഉടക്കായി എന്നുള്ളതാണ്. കാരണം ഇവര് തമ്മിൽ പൊതുവെ ഉടക്കാണല്ലോ. ഈ നമ്മുടെ റിയാസ് സലീമും നമ്മുടെ അഖിൽ മാരാറും പൊതുവെ ഉടക്കാണ്. ആ ഉടക്ക് എന്ത് ചെയ്തു, അത് ഈ ജഡ്ജസ് ആയിട്ട് ഇരുന്നപ്പോഴും അത് ഉണ്ടായി. അതിനി സ്വാഭാവികമായിട്ട് വന്നതാണോ, അതിനി കണ്ടന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാമെന്നുള്ളത്. അതുപോലെ അഖിൽ മാരാർ കുറച്ച് നെഗറ്റിവിറ്റിയിൽ ഇപ്പൊ നിൽക്കുന്നതാണ്. അത് ഈ ഒരു ജഡ്ജസ് ആയിരിക്കുന്ന സമയത്ത് കുറച്ച് ആ നെഗറ്റിവിറ്റി പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചാൻസും കൂടിയാണ് എന്നുള്ളത്. അവിടെ കണ്ടസ്റ്റൻസിന് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ജഡ്ജസിനും വീണ്ടും പോപ്പുലാരിറ്റിയിലേക്ക് എത്താനും വീണ്ടും പ്രേക്ഷക ഇഷ്ടം പിടിച്ചു പറ്റാനും അല്ലെങ്കിൽ വെറുപ്പ് പിടിച്ചു പറ്റാനും പറ്റിയ ഒരു സാധനമാണ്. കണ്ടസ്റ്റൻസിന് മാത്രമല്ല. അപ്പോൾ അഖിൽ മാരാർ ആയിക്കോട്ടെ, റിയാസ് സലീം ആയിക്കോട്ടെ, ഈ പറയുന്ന രഞ്ജിനി ഹരിദാസ് ആയിക്കോട്ടെ, അവർക്കെല്ലാം അവർക്ക് കൂടി പുതിയൊരു ബൂസ്റ്റ് കിട്ടുന്ന ഒരു പരിപാടി കൂടിയാണ്. ഞാൻ ഒരിക്കലും ഒരു കാര്യം പറയുള്ളൂ, നിങ്ങളിത് കാണണം. ഇതും കൂടി ഇന്ന് കണ്ടു തുടങ്ങണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു രസം, ആ ഒരു ത്രില്ലോ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവർ ഈ 15-ാം തീയതി മുതൽ ഇത് ഫുള്ളായിട്ട് ഇന്ന് കാണാൻ ശ്രമിക്കുക. യഥാർത്ഥത്തിൽ ബിഗ് ബോസ് 15-ാം തീയതി തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെ കാണാം. ജയ് ഹിന്ദ്.